കോട്ടയത്ത് തരംഗമായി എൻഡിഎയുടെ കേരള പദയാത്ര. ക്രിസ്ത്യൻ വിഭാഗങ്ങളും വിവിധ സാമുദായിക സംഘടനകളുടെയും ഐക്യം എൻഡിഎക്ക് അനുകൂലമാകുമെന്ന് എൻഡിഎ ചെയർമാൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. അതേസമയം പദയാത്രയിൽ ആയിരങ്ങളാണ് അണിനിരന്നത്. കോട്ടയത്തിന്റെ രാഷ്ട്രീയ ഗതിമാറ്റത്തിന് തുടക്കം കുറിക്കുന്നതായിരുന്നു എൻഡിഎ ചെയർമാൻ കെ സുരേന്ദ്രൻ നയിച്ച കേരള പദയാത്ര. വൈക്കത്തപ്പനെ വണങ്ങി അനുഗ്രഹാശിസുകൾ നേടിക്കൊണ്ടായിരുന്നു കോട്ടയത്തെ പരിപാടികളുടെ തുടക്കം. രാഷ്ട്രീയ സാമുദായിക സംഘടനാ രംഗത്തെ പ്രമുഖരുമായി കെ സുരേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തി. മാസപ്പടി വിവാദത്തിൽ പിണറായി വിജയനും വി.ഡി. സതീശനും ഒത്തുകളിക്കുന്നുവെന്ന് കോട്ടയത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കെ സുരേന്ദ്രൻ ആരോപിച്ചു. CPM ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് ഏത് അന്വേഷണവും വരട്ടെ, ഇതിനേക്കാൾ വലിയ അന്വേഷണം വന്നിട്ടുണ്ടല്ലോ, CBIയേക്കാൾ വലുതല്ലല്ലോ ഈ അന്വേഷണ ഏജൻസി എന്നാണ് ഗോവിന്ദനും മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളും AK ബാലനടക്കം ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഏത് അന്വേഷണവും വരട്ടെ എന്ന് പാർട്ടി പറയുമ്പോൾ മുഖ്യമന്ത്രിയും മകളും പറയുന്നത് അന്വേഷണം വേണ്ട, അത് തടയണമെന്നാണ്. മടിയിൽ കനമില്ലെങ്കിൽ എന്തിനാണ് മുഖ്യമന്ത്രി ഈ അന്വേഷണത്തെ ഭയപ്പെടുന്നത്? അന്വേഷണത്തെ എന്തിനാണ് തടസ്സപ്പെടുത്തുന്നത്? അപ്പൊ അത് ഭയമുള്ളത് കൊണ്ടാണ് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇത് വി.ഡി. സതീശന്റെ ബുദ്ധിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം മുഖ്യമന്ത്രിയുടെ മകളെ മുൻനിർത്തി ഈ അന്വേഷണം അവസാനിപ്പിക്കേണ്ടത് UDFനും ആവശ്യമാണ്. എന്റെ സംശയം വി.ഡി. സതീശനും ഇക്കാര്യത്തിൽ മാസപ്പടി കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ്. തിരുനക്കരയിൽ നടന്ന ഉദ്ഘാടന പൊതുസമ്മേളനം എൻഡിഎ സംസ്ഥാന കൺവീനർ തുഷാർ വെള്ളാപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. കോട്ടയം ലോക്സഭാ മണ്ഡലം എൻഡിഎക്ക് ബാലികേറാമലയല്ലെന്നും മോദിക്ക് വേണ്ടി കൈയുയർത്താൻ കോട്ടയത്ത് നിന്ന് ശക്തനായ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നും കെ സുരേന്ദ്രൻ. അതുകൊണ്ട് കോട്ടയം പാർലമെന്റ് മണ്ഡലം എൻഡിഎക്ക് ബാലികേറാമലയല്ല, ഇത്തവണ കരുത്തനായ ഒരു സ്ഥാനാർത്ഥി തന്നെ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ടാവും. മോദിക്ക് അനുകൂലമായി കൈപൊക്കുന്ന ഒരു ജനപ്രതിനിധിയെ കോട്ടയത്ത് നിന്ന് വിജയിപ്പിക്കാൻ ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളും സഹായിക്കും. തിരുനക്കരയിൽ നിന്നും സംക്രാന്തിയിലേക്ക് നടന്ന പദയാത്രയിൽ ആയിരങ്ങൾ അണിനിരന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പദയാത്ര പ്രവർത്തകരിൽ ആവേശം നിറച്ചു. ജനം, കോട്ടയം.